സ്വത്തവകാശി ഇപ്പോൾ എന്തവകാശമാണെന്നുള്ള ഒന്നാമത്തെ ചോദ്യം. എന്താണ്? നിയമ അവകാശം അല്ലെങ്കിൽ ഭരണഘടനാ അവകാശം. എന്ത്? നിയമ അവകാശം അല്ലെങ്കിൽ ഭരണഘടനാ അവകാശം. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി 1978. 44-ാം ഭേദഗതി നിലവിൽ വന്നത് 1979. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A മുമ്പ് ഇത് 31-ാം അനുച്ഛേദത്തിലായിരുന്നു. നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ യാതൊരാളുടെയും സ്വത്തവകാശം എടുത്തു കളയാവുന്നതല്ലെന്ന് അനുച്ഛേദം 300A പ്രതിപാദിക്കുന്നു. ഈ അവസ്ഥ സൂചിപ്പിക്കുന്നത് പാർലമെന്റോ സംസ്ഥാന നിർമ്മാണ സഭയോ പാസാക്കിയ നിയമത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വത്ത് ആ വ്യക്തിയിൽ നിന്നും നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ അത് സാധ്യമല്ല. അതായത് മുൻപ് മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം നിയമ അവകാശമായി 44-ാം ഭേദഗതിയിൽ 1978-ലാണ്. 1979 മുതൽ നിലവിൽ വന്നു. ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 300A. അതേപോലെ തന്നെ നിയമം അധികാരപ്പെടുത്തിയിട്ടല്ലാതെ യാതൊരാളുടെയും സ്വത്തവകാശം എടുത്തു കളയാവുന്നതെന്ന് അനുച്ഛേദം 300A പ്രതിപാദിക്കുന്നു. ഈ വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭയോ പാസാക്കിയ നിയമത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വത്ത് ആ വ്യക്തിയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ.